അങ്ങനെ നമ്മുടെ day 1 കഴിഞ്ഞ് നമ്മൾ day 2 നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങൾ പോവാണ്. നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോകുന്നത്? നമ്മളിന്ന് ജബൽ ഷംസിലേക്കാണ് നമ്മൾ പോകുന്നത്. day 2. We are going to the tent. അപ്പോൾ നമ്മൾ day 2 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് താഴേക്ക് വന്നതാണ്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി റെഡി ആവാൻ. എന്നാലും നമ്മൾ പെട്ടെന്ന് തന്നെ വന്ന് അവരുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ജോയിൻ ചെയ്തു. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. ഇന്നത്തെ ദിവസം എന്താണ് നമ്മൾ കാണാൻ പോകുന്നത്, എവിടേക്കാണ് പോകുന്നത്, എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താവും നമുക്ക് നോക്കാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്ര തിരിച്ചു. ഇന്ന് നമ്മൾ പോകുന്നത് ജബൽ ഷംസിലേക്കാണ്. ജബൽ ഷംസിൽ ഒരു പ്രത്യേകതയുള്ളത്, ഇത് മിഡിൽ ഈസ്റ്റിലെ ഗ്രാൻഡ് കാനിയൻ എന്നറിയപ്പെടുന്ന ഒരു മലനിരകളാണ്. അപ്പോൾ അത് കാണാനും അവിടെയുള്ള റിസോർട്ടിൽ ഇന്ന് ഓവർനൈറ്റ് സ്റ്റേ ചെയ്യാനുമാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് നിസ്വയിൽ നിർത്തി ലഞ്ച് കഴിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ റീസ്റ്റോക്ക് ചെയ്ത് പോകാനാണ് പ്ലാൻ. അപ്പോൾ വഴിയിൽ ഇങ്ങനെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 1:30യോടുകൂടി നമ്മൾ നിസ്വയിൽ എത്തിയിട്ടോ. ഇവിടെ ഗ്രാൻഡ് മോളിലാണ് നമ്മൾ ആദ്യം പോയത്. അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ആ എൻട്രി പോയിന്റിൽ ഒരു ഒമാനി ഹൽവ ഔട്ട്ലെറ്റ് ഉണ്ട്. ഈ ഒമാനി ഹൽവ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ കൂടുതൽ പലർക്കും അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. സാഫ്രോണും പിസ്താഷ്യോ വേറെ കുറേ നട്ട്സൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ സാമ്പിൾസ് ഒക്കെ ട്രൈ ചെയ്ത് കുറേയൊക്കെ വാങ്ങുകയും ചെയ്തു. അങ്ങനെ ഹൽവയൊക്കെ വാങ്ങി നമ്മൾ നേരെ പോയത് അവിടുത്തെ കാർഫോർ ഔട്ട്ലെറ്റിലേക്കാണ്. നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ജബൽ ഷംസിലേക്കുള്ള വഴിയിൽ സ്നാക്സോ അല്ലെങ്കിൽ വെള്ളമൊക്കെ കിട്ടാനുള്ള ഔട്ട്ലെറ്റ്സ് വളരെ കുറവാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് തന്നെ എല്ലാം പാക്ക് ചെയ്ത് പ്രിപ്പയർഡായിട്ട് പോകാം എന്നൊരു പ്ലാനിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ കാർഫൂറിൽ പോയി ആവശ്യമുണ്ടായിരുന്ന വെള്ളം, ജ്യൂസ്, പിള്ളേർക്കുള്ള സ്നാക്സ്, നമുക്ക് വേണ്ട കുറച്ച് ഫ്രൂട്ട്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും കുട്ടീസൊക്കെ നല്ല ടയർഡായി, അതുപോലെ നല്ല വിശപ്പും. അപ്പോഴേക്കും ഏകദേശം 2 മണിയോളം ആയി. ഒമാനിൽ നമ്മൾ കണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈദ് ഹോളിഡേയ്സ് ആയതുകൊണ്ട് കടകളൊക്കെ അടഞ്ഞു കിടക്കുക. അവിടെ കുറച്ച് ഷോപ്പ്സ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ ജബൽ ഷംസിലെ ഗ്രാൻഡ് കാനിയോണിൻ്റെ വ്യൂ പോയിന്റിലേക്ക് പുറപ്പെട്ടു. ഗ്രാൻഡ് കാനിയോൺ അടുത്തെത്തും തോറും റോഡിലെ ലൈനുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടത്തേക്ക് പിന്നെ ഒരു സിംഗിൾ റോഡായി മാറി. ആ വ്യൂ പോയിന്റിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും സീനാകെ മാറി. നല്ല കാറ്റ്, ഒട്ടും ചൂടില്ല. നമ്മൾ ഈ സമ്മറിൽ അങ്ങോട്ട് പോയി കാണുന്നേ അറിയില്ല.
റോഡ് കുറച്ച് നാരോ ഒരു സൈഡ് നല്ല ആഴവുമാണ്. അതുകൊണ്ട് കുറച്ച് റിസ്കി ഡ്രൈവ് ആയിരുന്നു. ഫൈനലി 1 മണിക്കൂറോളം ഉള്ള ആ ഒരു അഡ്വഞ്ചർ ട്രിപ്പിന് ശേഷം നമ്മൾ സൺറൈസ് റിസോർട്ടിൽ എത്തിച്ചേർന്നു. നമ്മൾ ചെക്കിനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം 5:30 മണിയായിട്ടുണ്ട് വൈകുന്നേരം. ഇവിടുത്തെ ഒരു വെതർ പറയേണ്ടത് തന്നെയാണ്. നമ്മൾ നല്ല സമ്മർ ടൈമിൽ ഒരു 47 ഡിഗ്രി ആയിരുന്നു മസ്കലിലെ ടെമ്പറേച്ചർ ഈ ടൈമിൽ. ആ ദിവസമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ വൈകുന്നേരത്തെ ടെമ്പറേച്ചർ 25 ഡിഗ്രിയാണ്. ട്രഡീഷണൽ അറബിക് രീതിയിലുള്ള ടെൻറ്റുകളാണ് നമ്മൾ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ടെൻറ്റുകൾക്കകത്ത് AC-യോ TV-യോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കണക്ഷനോ ഒന്നും തന്നെയില്ല. ശരിക്കും നമ്മുടെ സിറ്റി ലൈഫിൽ നിന്നൊക്കെ കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആയിട്ട് ഒരു ഗെറ്റ് ആണ് സൺറൈസ് റിസോർട്ട് ഓഫർ ചെയ്യുന്നത്. വൈകുന്നേരം ആയപ്പോഴേക്കും ടെമ്പറേച്ചർ കുറച്ചുകൂടെ താഴ്ന്നു കിട്ടും. ഒരു 21-22 ഡിഗ്രി ഒക്കെ ആയി. അത്യാവശ്യം തണുപ്പുണ്ട്, എന്നാൽ ഒരുപാട് തണുപ്പില്ലാത്തൊരു സിറ്റുവേഷൻ. നമ്മുടെ കുട്ടീസ് ഗ്യാങ്ങും വളരെ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അവർ മാഷ്മലോസ് ഒക്കെ ഓൾറെഡി കാർഫോർന്ന് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പോസ്റ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ 8 മണിയായപ്പോഴേക്കും നമ്മൾ ടെൻറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു ക്യാമ്പ് ഫയർ അവർ സെറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ കുറച്ച് പാട്ടും ഡാൻസും കളികളും ഒക്കെ ആയിട്ട് കുറച്ച് ഫൺ മൂമെൻറ്റ്സ് അവിടെ സ്പെൻഡ് ചെയ്തു. കൂടെ പിറന്നില്ലെങ്കിലും കൂടെ പിറന്നെങ്കിൽ എന്ന് തോന്നിപ്പിക്കുന്ന ചിലരുണ്ടാവും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ. അങ്ങനെ കുറേ ആളുകളുടെ കൂടെ ചിലവഴിച്ച ആ രാത്രി കുറേ മനോഹരമായ ഓർമ്മകൾ സമ്മാനിച്ചു. മറ്റാരോ പറഞ്ഞ പോലെ സൗഹൃദത്തിൻ്റെ ജില്ലയിലാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ പൂക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.